അപ്പം മാഷ് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കുകയാണ്. ഈ സ്പോർട്സ് ലേഖനങ്ങൾ എഴുതുന്നത് നിർത്തി എന്തുകൊണ്ട്? സ്പോർട്സ് ലേഖനങ്ങൾ എഴുതി പറഞ്ഞില്ലേ ശ്രീനി, ഞാൻ വീക്കിലിയിൽ എഴുതുന്നു, വാരാന്ത പതിപ്പിൽ അതിനെ തെറി വിളിക്കുന്നു എന്ന് പറയുന്നു. അത് പിന്നെ തുടർന്നു പോയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നിർത്തി. തെറി പേടി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തെറി പേടിയൊന്നുമില്ല, ഞാനതിനെതിരെ പ്രതികരിക്കാറുമില്ല, ഇപ്പോഴും പ്രതികരിക്കുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പോർട്സ് ആർട്ടിക്കിൾ എഴുതുക, അതൊരു ലേഖനം എഴുതുക, അതും റിപ്പോർട്ട് ചെയ്യുന്നത് തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഈ ഒരു ലേഖനം എഴുതുന്നതിന് നമ്മൾ കുറേ വായിക്കണം. അതെ, 1000 ഉറുപ്പിക കൊടുത്തിട്ടാണ് ഞാൻ വേൾഡ് സോക്കർ വരിക്കാരനായി ചേരുന്നത്. മാഗസിൻ അത് എവിടെ നിന്ന് ഇറങ്ങുന്നത്? അത് ലണ്ടനിൽ ലണ്ടനിൽ വേൾഡ് സോക്കർ. ഞാൻ കണ്ടിട്ടില്ല. ഫുട്ബോളിനെ കുറിച്ചാണ് അതിനകത്ത് എല്ലാ വിവരങ്ങളും, അവിടുത്തെ ലീഗിനെ പറ്റിയും ലോക ഫുട്ബോളിനെ പറ്റിയും ഒക്കെ ധാരാളം വിവരങ്ങൾ ഉണ്ടായാലും അത് ഞാൻ വരിക്കാരനായി ചേരുന്നതിന് അത്രയും കാശ് കൊടുക്കണം. വേൾഡ് സ്പോർട്ട് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്, ഇടക്കാലത്ത് അത് നിർത്തി, അതിനും കാശ് കൊടുക്കണം. പിന്നെ എല്ലാ പത്രങ്ങളിലും വരുന്ന അന്നന്നത്തെ അത് റിപ്പോർട്ട് നമ്മൾ വായിക്കണം, അതിൽ നിന്ന് കുറിപ്പെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ലേഖനം എഴുതുമ്പോൾ ഞാൻ പലതും കവർ ചെയ്യാൻ വേണ്ടി പോകാറുണ്ട്. സ്പോർട്സൊക്കെ 2 ക്യാമറ കൊണ്ടുപോകും, ഒരു 35mm, ഒരു 120. ഇത് 5-6 റോളുകൾ നമ്മൾ പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ അതിന് കാശ് കൊടുക്കണ്ടേ? സ്റ്റുഡിയോയിൽ MT ആയത് കാരണം 2 ഫോട്ടോ തിരഞ്ഞെടുക്കും, മൊത്തം 100 രൂപ കിട്ടും. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ലാഭമില്ല, മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല. പിന്നെ ഇത് വായിക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടോ? വായിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകൾ എന്തെങ്കിലും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുമൊന്നുമില്ല. മൊത്തമായിട്ട് കിട്ടുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ, ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഇവൻ ഭ്രാന്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കുറിച്ചുള്ള കാർട്ടൂണുകൾ, എന്നെക്കുറിച്ചുള്ള ചെറിയ പ്രഹസനങ്ങൾ ഇതൊക്കെ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിർത്തി.